ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയാണ്. അപ്പോൾ വീട്ടിൽ നിന്നൊരു ഇൻട്രോ പറഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ ആശുപത്രി എത്തിയിട്ടോ ഗൈസ്. നമ്മൾ OP ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വേഗം പോവുകയാണ് കേട്ടോ. നിറയെ തിരക്കുണ്ടാവും നിങ്ങൾക്കറിയാലോ. അപ്പോൾ നമ്മൾ OP ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഓടുകയാണ് കേട്ടോ. ഇതാണ് മെഡിക്കൽ കോളേജ് മുളങ്ങന്നത്തുകാവ്. അങ്ങനെ നമ്മൾ അകത്തേക്ക് എത്തി. അപ്പോൾ 2ാം നിലയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റെയർ കയറുകയാണ് കേട്ടോ. സ്റ്റെയർ കയറാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്, കിതപ്പാണ്. അപ്പോൾ കിതച്ചുകൊണ്ട് മോൻ വീഡിയോ എടുക്കുകയാണ്. ഞാനും ഉമ്മയും എൻ്റെ മോനും കൂടിയിട്ടാണ് കേട്ടോ പോയത് ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ അവിടെ പോയി നോക്കുമ്പോഴുള്ള കാഴ്ചകൾ ഇപ്പോൾ ഒരു ഫ്ലോർ കയറി കേട്ടോ. 2ാമത്തെ ഫ്ലോർ കയറുകയാണേ. അങ്ങനെ കയറി OP ടിക്കറ്റിനുള്ള വരി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ OP ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഇതേണ്ട ഒരുപാട് തിരക്കുണ്ട്. അങ്ങനെ ക്യൂ നിന്ന് നമ്മളിതേ എത്തി. OP ടിക്കറ്റ് മേടിച്ചു കേട്ടോ. നമുക്ക് OP ടിക്കറ്റ് കിട്ടിയത് 72 കേട്ടോ. എന്നെ കാണിക്കുന്ന സ്ഥലമാണിതേ, ഹൃദയരോഗ വിഭാഗം കണ്ടോ. ഈയിലാണ് എന്നെ കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ കാണിച്ച് കഴിഞ്ഞപ്പോൾ ബ്ലഡ് ടെസ്റ്റിനൊക്കെ എഴുതി തന്ന് അതൊക്കെ കൊടുത്തിട്ട് നമ്മളപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ പൊതിച്ചോറ് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ പൊതിച്ചോറ് വാങ്ങാൻ വേണ്ടി പോയി. അങ്ങനെ പൊതിച്ചോറ് മേടിച്ചിട്ടോ. ഒരു പൊതി നമുക്കൊരു ചേച്ചി തന്നപ്പോൾ ഒരു പൊതിയും കൂടി മേടിക്കും. ഞാനും ഉമ്മയും മോനും ഉള്ളത് കൊണ്ട് ഒരു പൊതിയും കൂടി മേടിക്കാൻ തന്നു കേട്ടോ. അങ്ങനെ ഇതേ മേടിച്ച് കഴിക്കുകയാണ്. ഞങ്ങൾ കഴിക്കാതിരിക്കുക കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള തിരക്കാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ചു. ഞങ്ങളിതേ പുറത്തിറങ്ങി കേട്ടോ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. മഴ ഇങ്ങനെ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്, അപ്പോൾ കാര്യമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. നല്ല മഴ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വീടെത്തി. നമ്മൾ വരുന്ന വഴിക്കൊക്കെ നല്ല മഴയായിരുന്നു. പിന്നെ എനിക്ക് ബസ്സിലിരുന്ന് ഒരുപാട് ടയേർഡായി. അതുകൊണ്ട് ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് ഇന്നാണ് ചെയ്യുന്നത്. പിന്നെ ഡോക്ടർ പറഞ്ഞു, ഡോക്ടറിനെ കാണിച്ചപ്പോൾ ബ്ലഡിൻ്റെ കുറവ് കൊണ്ട് ഒന്നും കൂടി ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞുടനെ നമുക്ക് ബ്ലഡ് ആയെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്താണ് എൻ്റെ അസുഖമെന്ന്. അപ്പോൾ എനിക്ക് ഹാർട്ടിന് ചെറുതായിട്ട് ഒരു ഹോളുണ്ട്. അപ്പോൾ മരുന്ന് കൊണ്ട് മാറില്ല. പിന്നെ നമുക്കത് സാധാരണ ടൈപ്പിലുള്ളത്, അത് സർജറി കൊണ്ട് തന്നെ മാറുള്ളൂ എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അപ്പോൾ ഇത്രയും ഇതിൽ പിന്നെ നിങ്ങളെന്താ അറിഞ്ഞില്ലെന്ന് ചോദിച്ചാൽ ഒരുപാട് വൈകി അറിയാനായിട്ട്. ഹോള് കണ്ടുപിടിക്കാൻ വൈകിപ്പോയി. കാരണം എനിക്ക് 3ാമത്തെ ഡെലിവറിയിലാണ് ഒരു കിടപ്പ് തോന്നിയപ്പോൾ ഗൈനിക്ക് മെഡിസിനിൽ ഡോക്ടർക്ക് എഴുതിയത്. അപ്പോൾ മെഡിസിനിൽ ഡോക്ടർ കാണിച്ചപ്പോൾ അവർ ECG എടുക്കാൻ പറഞ്ഞു. ECGയിൽ ചെറുതായിട്ടൊരു വേരിയേഷൻ ഉണ്ട്, അത് കാർഡിയോളജിനെ കാണിക്കണമെന്ന് പറഞ്ഞ് അവർ കാർഡിയോളജിക്ക് എഴുതി. അപ്പോൾ അങ്ങനെ കാർഡിയോളജി ഡോക്ടറിനെ കൊണ്ടേ കാണിച്ചപ്പോഴാണ് അവർ എക്കോ ചെയ്യാൻ പറഞ്ഞു. എക്കോ ചെയ്തതിലാണ് ഇങ്ങനെ ഹോളുണ്ട്, നിങ്ങളത് നേരത്തെ അറിഞ്ഞില്ലേ, അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടിട്ട് എന്താ അത്രയും വൈകിപ്പോയതെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ സാറിനോട് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ സാർ പറയുമ്പോഴാണ് അറിയുന്നത്. ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഇതും കാണിച്ചിട്ടുണ്ടായില്ല. എപ്പോഴെങ്കിലും കൂടുമ്പോൾ ഒരു പനി വന്നാൽ അതങ്ങനെ മാറും. അപ്പോൾ അത് അത്രയ്ക്ക് ഞങ്ങൾ സീരിയസ് ആയി അറിയില്ലായിരുന്നു ഞങ്ങൾക്ക്.
ഇപ്പോൾ ഇത് അറിഞ്ഞത് കൊണ്ട് ഇപ്പം നമുക്ക് ഇനി ഇത് എപ്പോഴാണ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചപ്പോൾ നമ്മുടെ ഡെലിവറി കഴിഞ്ഞ് ഒരു കുഞ്ഞിനൊരു 6 മാസം ആകുമ്പോൾ ഇത് വന്ന് കാണിച്ച് കഴിഞ്ഞാൽ അവർ ഇവിടേക്ക് എന്താണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാൻ നമുക്ക് അവിടേക്ക് ഇവിടുന്ന് ഈ സാറ് ഒരു ലെറ്റർ തന്നു. അവിടെയാണ് ഇത് ചെയ്യുന്നുള്ളൂ. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഈ സർജറി ചെയ്യില്ല, അവിടെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് ലെറ്റർ തരാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ കുടുംബത്തിലെ ഓരോ സാഹചര്യങ്ങളും പ്രശ്നങ്ങളായിട്ട് ഒരുപാട് ഗ്യാപ്പ് വന്നു. ഇപ്പോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു 5 വർഷമായി. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ആ പ്രശ്നങ്ങളായതുകൊണ്ട് അപ്പോൾ ഞാനിങ്ങനെ എത്ര വൈകിപ്പോയി. അപ്പോൾ പിന്നെ പേടിച്ചും കൊണ്ടാണ് പോയത്. അപ്പോൾ പോയപ്പോൾ അവർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ചെയ്യണം, 40 വയസ്സിൻ്റെ ഉള്ളിൽ നമുക്കിത് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ പിന്നെ 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഈ വശത്തോട്ട് നോക്കണ്ട, ഇത് ചിന്തിക്കാനേ പറ്റില്ല. ഈ ഹോള് എന്ന് പറഞ്ഞാൽ 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് നമുക്ക് കുഴപ്പമില്ലാത്തതാണ്, ജന്മനാ ഉള്ളതൊന്നും കുഴപ്പമില്ലാത്ത നമുക്ക് ജീവിച്ചു പോവാം. ഈ രണ്ടാമത്തത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോള് മരുന്നിലൂടെ മാറ്റാൻ പറ്റും. മൂന്നാമത്തത് വെരി ഡേഞ്ചറാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സർജറിയിലൂടെ തന്നെ പറ്റുള്ളൂ. സർജറിയിലൂടെ മരുന്നുകൊണ്ട് മാറ്റാൻ പറ്റില്ല, സർജറി ചെയ്തേ മതിയാവുള്ളൂ. അപ്പോൾ എനിക്ക് സർജറി ചെയ്തേ മതിയാവുള്ളൂ. അപ്പോൾ ആ സർജറിക്കുള്ള തയ്യാറെടുപ്പായിട്ട് ഇടയ്ക്കൊക്കെ ഞാൻ പോയപ്പോൾ ശരീരത്തിൽ ബ്ലഡ് വേണം, 12% ബ്ലഡ് വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. എനിക്ക് 9% എന്ത് ഭക്ഷണം കഴിച്ചാലും 9% കൂടുതൽ കൂടുന്നതേ ഇല്ല. അപ്പോൾ അതെന്താണ് ശരീരത്തിൽ ബ്ലഡ് കൂടാത്തതെന്ന് നമ്മുടെ ഡോക്ടർമാർ തിരുവനന്തപുരത്തേക്ക് ഒരു ടെസ്റ്റിന് അയച്ചു. അതിൽ റിപ്പോർട്ട് വന്നു നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കാലാവസ്ഥനെ തുടർന്നും പിന്നെ ഫുഡിൻ്റെ ഒരു കുറവും കൊണ്ടാണ് ബ്ലഡ് വെക്കാത്തതെന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടർമാർ പറയുന്നത് ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിക്കഴിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ വില നമ്മളുടെ പരിമിതിയിൽ കൊള്ളാത്തതാണ്. പിന്നെ 3 മക്കളാണ്, നമ്മൾ അവർക്ക് കൊടുക്കുക, നമുക്ക് കഴിക്കാനുള്ളത് ഇതാവും. അപ്പോൾ അതുകൊണ്ട് എന്നാലും മാക്സിമം ഞാൻ കഴിച്ചു. എന്നാലും 9% കൂടുതൽ ബ്ലഡ് ആവണേയില്ല. അപ്പോൾ ഇന്നലെ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞു. എനിക്ക് ഇത് എത്രയും പെട്ടെന്ന് ചെയ്യണമെങ്കിൽ കൂടി, എത്രയും പെട്ടെന്ന് എനിക്കൊരു ജോലിക്ക് പോകണമെങ്കിൽ കൂടി എനിക്കിത് കഴിഞ്ഞ് ഞാനൊന്ന് ഫ്രീ ആവണം. ഫ്രീ ആയാലേ എനിക്ക് പറ്റുള്ളൂ സാറേ. അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞത് നമുക്ക് ചെയ്യാം, നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ എത്രമാത്രം ബ്ലഡ് ഉണ്ടെന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അതിന് ബ്ലഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തിങ്കളാഴ്ച റിസൾട്ട് കിട്ടി, തിങ്കളാഴ്ച സാറിനെ കാണിക്കണം. അപ്പോൾ തിങ്കളാഴ്ച റിസൾട്ട് കാണിച്ച് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഡേറ്റ് തരട്ടെന്ന് ഞാൻ ദുആ ചെയ്യണം. നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.